നടൻ സൂര്യയുടെ ഏറ്റവും വലിയ റിലീസാണ് സിരിത്തേയ് ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവ. സൂര്യ ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് ചിത്രം കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റുകളും അങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്. അതിലേറ്റവും പുതിയതാണ് ചിത്രത്തിൻ്റെതായി വന്ന പുതിയ പോസ്റ്റർ. 1000 വർഷം മുമ്പുള്ള കഥ എന്ന തരത്തിലാണ് ചിത്രത്തിൻ്റെ മുൻ പോസ്റ്ററുകളും മറ്റും വാർത്തകളിൽ നിറഞ്ഞതെങ്കിൽ പുതിയ പോസ്റ്ററാണ് സൂര്യ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഞെട്ടിക്കുന്നത്. പുതിയ പോസ്റ്ററിൽ 2 വ്യത്യസ്ത ലുക്കിലുള്ള സൂര്യയെ കാണാം. അതായത് ചിത്രത്തിൽ 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളെ ആയിരിക്കും നടൻ അവതരിപ്പിക്കുക എന്നതാണ് പോസ്റ്റർ നൽകുന്ന സൂചന. ഭൂതകാലവും വർത്തമാനവും കൂട്ടുമുട്ടുന്നിടത്ത് ഒരു പുതിയ ഭാവി തുടങ്ങും എന്ന കുറിപ്പോടെയാണ് പോസ്റ്റർ നിർമ്മാതാക്കളായ സ്റ്റുഡിയോ ഗ്രീൻ റിലീസ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റർ ഇതിനോടകം വൈറലായിട്ടുണ്ട്. 3Dക്ക് പുറമെ 2Dയിലും IMAX സ്ക്രീനുകളിലും കങ്കുവ റിലീസിനുണ്ട്. ബോളിവുഡ് താരം ദിശ പഠാനിയാണ് നായിക. ബോബി ഡിയോളാണ് കങ്കുവയിൽ വില്ലൻ വേഷത്തിലെത്തുന്നത്. വിവേകയും മദൻ കൽക്കിയും ചേർന്നാണ് ഗാനരചന. സുപ്രീം സുന്ദറാണ് സംഘടന സംവിധാനം. 2 കാലഘട്ടത്തിലുള്ള സൂര്യയുടെ കഥാപാത്രങ്ങൾ മുഖാമുഖം നോക്കി നിൽക്കുന്നതാണ് പോസ്റ്ററിലുള്ളത്. ഫാൻറ്റസി ചിത്രമായി തന്നെയാണ് കങ്കുവ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന. സൂര്യ യോദ്ധാവായി എത്തുന്ന സിനിമയുടെ ചിത്രീകരണം 1.5 വർഷത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത്. കങ്കുവ എന്ന ടൈറ്റിൽ കഥാപാത്രമായി സൂര്യ എത്തുമ്പോൾ പെരുമാച്ചി എന്ന കഥാപാത്രമായാണ് ബോബി ഡിയോൾ എത്തുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. ദേവിശ്രീ പ്രസാദിൻ്റെ മ്യൂസിക്കും തിയേറ്ററിൽ തീ പാറിക്കുമെന്ന് ഉറപ്പാണ്. ചിത്രത്തിന് ടീസറിനും വൻ വരവേൽപ്പ് ലഭിച്ചിരുന്നു. അതിനിടെ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ സിനിമയുടെ 2ാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും അന്തരീക്ഷത്തിൽ നിറയുന്നുണ്ട്. ചിത്രം പുറത്തിറങ്ങുന്നതോടെ സിനിമാ പ്രേമികളുടെ സംശയം തീരുമെന്നും നിർമ്മാതാവായ ധനഞ്ജയൻ പറയുന്നു. അതേസമയം കങ്കുവയുടെ OTT അവകാശം റെക്കോർഡ് തുകക്കാണ് വിറ്റുപോയത്. ആമസോൺ പ്രൈം ചിത്രം വാങ്ങിയത് 100 കോടി മുടക്കിയെന്നാണ് റിപ്പോർട്ട്. സൂര്യയുടെ കരിയറിൽ തന്നെ റെക്കോർഡ് തുക കൂടിയാണിത്. സൂര്യ നായകനെത്തുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് കങ്കുവ. 300 കോടി മുടക്കിയാണ് ചിത്രം പൂർത്തിയാക്കിയതെന്നാണ് വാർത്ത. വിവിധ ഭാഷകളിൽ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. ചിത്രത്തിന് 3D IMAX പതിപ്പുകൾ ഉണ്ടാകും. തമിഴ് സിനിമ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ള വിപണികളെയെല്ലാം അതിലംഘിച്ചുള്ള റീച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നാൽ ബോക്സ് ഓഫീസ് കണക്കുകളിലും തമിഴ് സിനിമയുടെ റീച്ചിലും ചിത്രം പുതിയ വാതിലുകൾ തുറക്കും. നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ നിർമ്മാതാക്കളിലൊരാളായ ജ്ഞാനവേൽ രാജ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്നാൽ ചിത്രത്തിൻ്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിജയ് ചിത്രത്തിനൊപ്പം കങ്കുവ എത്തുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം. അങ്ങനെ സംഭവിച്ചാൽ 13 വർഷങ്ങൾക്കിപ്പുറം ഒരു സൂര്യ വിജയ് ക്ലാഷ് ഉണ്ടാകും. 2011 ദീപാവലി റിലീസുകളായി എത്തിയ വേലായുധവും 7ാം അറിവുമായിരുന്നു ഇതിനു മുമ്പ് ഒരേ ദിവസം റിലീസ് ചെയ്ത വിജയ് സൂര്യ സിനിമകൾ. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രമായ ഗോട്ടിലും വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത്. അതായത് ഇരുവരും ഡബിൾ റോളിൽ നേർക്കുനേർ വരുമ്പോൾ ബോക്സ് ഓഫീസിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം.